F3 വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് മുതലാണ് രാജസ്ഥാനിൽ എത്തി. നമ്മളെ ജോധ്പൂർ വ്ളോഗ്സ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കൃഷ്ണപ്രകാശ് ഹവേലി എന്ന് പറയുന്ന ഒരു ഹവേലിയിലാണ് നമ്മളുടെ സ്റ്റേ. ആ ഹവേലിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണോ അതേപോലെയാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരു നോർമൽ ഒരു സ്റ്റേ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസും കാര്യങ്ങളുമാണ്. പക്ഷേ ഇവിടെ രാജസ്ഥാൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. രാജസ്ഥാനിൽ ഒരുവിധം നമ്മൾ ടൂറിസ്റ്റ് അട്രാക്ഷൻ വളരെയധികമുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ഹവേലീസൊക്കെ അവരുടെ പഴയ ഏൻഷ്യൻറ്റ് ആയിട്ട് എങ്ങനെയാണോ അവർ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത് അത് ത്രൂ ഔട്ട് അവിടെ കാണാനുണ്ടായിരുന്നു ഫുൾ. ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് മെനു നമുക്കുണ്ടാവും. അത് നമ്മൾ ചൂസ് ചെയ്യുക, കഴിക്കുക. നല്ല രീതിയിലുള്ള ഫുഡും ഹോസ്പിറ്റാലിറ്റിയും തന്നെയായിരുന്നു അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഓപ്പൺ ടെറസിൽ നിന്ന് ഒരു ഫുൾ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഹവേലീസ് ഉണ്ട്. ഞാൻ റൂമിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം വീഡിയോസ് കുറച്ചൊരു ബ്ലേഡാണ്. കാരണം ഞാനത് നൈറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറച്ച് മിസ്സായിപ്പോയി. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് റൂംസിൻ്റെ വ്യൂ കാണാൻ പറ്റും. ആ ഒരു ലാമ്പൊക്കെ ശ്രദ്ധിച്ചില്ലേ, വോളിൽ അവർ ഒരു ഡെപ്ത്ത് ഉള്ളിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിലാണ് അവർ ആ വോളിൽ ആ ഒരു ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ ഗുഡ് എന്നുള്ളൊരു ആംബിയൻസ് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ആ ഡോഴ്സിലും വിൻഡോസിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കളർ പാലറ്റ്സ് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിതപ്പോൾ കാണുന്ന പോലെ തന്നെ ബ്ലൂ, ഗ്രീൻ, ഈ ഒരു കളർ പാലറ്റ്സ് ഭയങ്കര, ഇപ്പം നമ്മൾ സൺലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് റൂമിലേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ്, ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ ബ്രൈറ്റ്നെസ് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹവേലിയുടെ റൂമിൽ നിന്ന് നമ്മളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കോറിഡോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേ ആണ്. അവിടെ സൈഡിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. താഴത്ത് മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവരിവിടെ കൺസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു ഇഷ്ടികയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഫ്ലോറിങ് നമുക്ക് മൊസൈക്കും കാണാൻ പറ്റും, അതുപോലെ തന്നെ മാർബിൾസ് ഉണ്ട്. അതുപോലെ ചില ഏരിയയിൽ നമുക്ക് കടപ്പ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അവിടെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യണം അറിയാവുന്നവർ. അപ്പോൾ അങ്ങനെ കുറേ പല വെറൈറ്റീസ് ഓഫ് ഫ്ലോറിംഗ് ആണ് അവർ പല സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഫ്രണ്ടിലേക്കുള്ള പോർഷനാണത്. അവർ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എന്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഹവേലി കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ആരെങ്കിലും ജോധ്പൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷ്ണപ്രകാശ് ഹവേലി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ ചൂസ് ചെയ്യാവുന്ന ഒരു ഹവേലിയാണ്. ഡേ 1 ജോധ്പൂരിലെ ഫസ്റ്റ് വിസിറ്റായിരുന്നു ടൂർജി കാ ജൽറ എന്ന് പറയുന്ന ഈ ഒരു നിങ്ങൾ കാണുന്ന ഒരു തടാകം. ഈ ഒരു തടാകം 18-ാം നൂറ്റാണ്ടിലാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ജോധ്പൂരിലെ അന്നത്തെ മഹാരാജാവ് അഭയ് സിംഗിൻ്റെ രാജ്ഞി നിർമ്മിച്ച ഒരു തടാകമാണ് മെയിനായിട്ട്. അപ്പോൾ ആ സമയത്ത്
അവരുടെ രാജ്യത്ത് ശുദ്ധജലം കിട്ടാൻ വേണ്ടി ഒരു എയിമോട് കൂടി ഉണ്ടാക്കിയൊരു തടാകമാണ് ഈ ടൂർജി കി ജൽറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ഭയങ്കര ബ്യൂട്ടിയാണ്. അതൊരു പർട്ടിക്കുലർ ഐഡിയയിലാണ് ആ സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്, വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല. അതായത് അവർക്ക് വെള്ളം എളുപ്പത്തിലെടുക്കാനും അതുപോലെ ചൂട് കുറയ്ക്കാനും ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. കൂടാതെ ഇപ്പോൾ ഇത് ജോധ്പൂരിലൊരു കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പലതരം പരിപാടികളും ഈ ഒരു ടൂർജി കി ജൽറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാറുണ്ട്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ബ്യൂട്ടി തന്നെയാണ്. റിക്ഷയിലാണ് നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഓരോ ഡെസ്റ്റിനേഷനും എത്തിക്കൊണ്ടിരുന്നത്. കാരണം വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സൂര്യകൊട്ടാരം എന്നറിയപ്പെടുന്ന, നിങ്ങൾക്ക് ആ ഒരു വ്യൂവിൽ തന്നെ മനസ്സിലാവും, ഒരുപാട് അകലെ നിന്നുള്ളൊരു വ്യൂ ആണത്. സൂര്യകൊട്ടാരം എന്നറിയപ്പെടുന്ന മെഹ്റൻഗഡ് കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്, മെഹ്റൻഗഡ് ഫോർട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 1459 15ാമത് റാത്തോഡ് രാജാവായിരുന്ന റാവു ജോധയാണ് ഈ കോട്ട പണി കഴിപ്പിക്കുന്നത്. ഈ ഫോർട്ടിന് ചുറ്റും നമുക്ക് ഭയങ്കര കട്ടിയുള്ള ഭിത്തിയായിരിക്കും ത്രൂ ഔട്ട് ഈ കോട്ട ഫുള്ള് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ അതിരുകൾ ആണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഫോർട്ടിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണത്. അപ്പോൾ ആ ഒരു എൻട്രൻസിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ഭംഗിയോട് കൂടിയിട്ടാണ് ഓരോ ഡീറ്റെയിലിങ്ങും അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് രാജസ്ഥാനിലെ മെഹ്റൻഗഡ് കോട്ട മാത്രമല്ല, ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഒരുവിധം എല്ലാ ഫോർട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ ഇത്രയും ടൂറിസ്റ്റുകളെ ഇയർലി ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോഴും അന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു തരം മെഷീനറീസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും അവർ ഇത്രയൊരു പെർഫെക്ഷനോട് കൂടി എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മെഹ്റൻഗൻ ഫോർട്ടിൻ്റെ മേലത്തെ ടോപ്പ് ഫ്ലോർ എന്നൊക്കെ പറയുന്ന ഏറ്റവും മേലത്തെ ഒരു ടെറസ് ഏരിയ, ആ ടെറസ് ഏരിയയിനോട് തൊട്ട് നിൽക്കുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വലിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒരു ബെഞ്ചസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇരിക്കാനും, ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ നമുക്കിങ്ങനെ ഓരോ സെക്ഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഫോർട്ടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അതായിരിക്കണം നമ്മൾ ജോധ്പൂർ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ടൂറിസ്റ്റ്
എല്ലാവരും വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെഹ്റൻഗൻ ഫോർട്ട് തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഫുൾ രാജസ്ഥാൻ ട്രിപ്പും കസ്റ്റമൈസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ തന്നെ പ്ലേസസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ തന്നെ ആയിട്ടാണ് ഫുൾ കസ്റ്റമൈസേഷൻ ചെയ്തത്. പക്ഷേ ട്രാവൽ ഏജൻസീൻ്റെ ഹെൽപ്പോടുകൂടി ട്രാവൽ ഗൈഡ്സുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഗൈഡും കാര്യങ്ങളും ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനും എല്ലാം. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വരുന്നവർക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി നമുക്ക് ഗൈഡ്സിനെ കിട്ടും. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് നമ്മളെ കൂടെ അക്കമ്പനൈ ചെയ്ത് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി, കാര്യങ്ങൾ, ഈ സെക്ഷൻ എന്താണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അവരെ ഹെൽപ്പ് നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടാവും. അന്നത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വാള്, പരിച, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു മ്യൂസിയം സെക്ഷൻ, അത് ആ മെഹ്റൻഗൻ ഫോർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിയം സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ രാജ്ഞിമാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് അവർക്കൊരു ഗ്ലാസ് കബോർഡ് അങ്ങനത്തെ ഒരു ഇതിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് ഈ മെഹ്റൻഗഡ് ഫോർട്ടിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സെക്ഷൻ. ഇത് അവരോടന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ രാജാക്കന്മാർ വളരെ പ്രൈവറ്റായിട്ട് ഡിസ്കഷൻസും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സും ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്സ്, വാൾ പെയിൻറ്റിങ്സ് നോക്കിയാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഡീറ്റെയിലിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വിൻഡോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ ജനലുകളൊക്കെ നല്ല രീതിയിലുള്ള കളർ പാറ്റേൺസ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ആ കളർ പാറ്റേൺസിൽ വന്നിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കണ്ണിന് ഭയങ്കര ഒരു 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 എനർജിയാണ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നു.
ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. മെരസി എന്നാണ് നമ്മൾ ഇങ്ങനത്തെ പെർഫോമേഴ്സിനെ അവിടെ വിളിക്കുന്ന പേര്. മെരങ്ങൻ ഫോർട്ടിൻ്റെ പുറത്തോട്ട് എത്തിയതിന് ശേഷം നമ്മളവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെമ്പിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത്, ചെറിയൊരു ടെമ്പിൾ എന്ന് പറയാൻ ജസ്റ്റ് ഒരു മണ്ഡപം പോലെ അതിനുള്ളൊരു വിഗ്രഹം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഒരു ഔട്ട്സൈഡ് സെക്ഷനാണ്, അതായത് ഫോർട്ടിൻ്റെ പുറത്തേക്ക് നമുക്ക് വരണ്ട. ഇതെല്ലാം എക്സ്റ്റൻഷൻ ഓഫ് ഫോർട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. അതേ ദിവസം മെഹ്റംഗൻ ഫോർട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിരുന്നു ജശ്വന്ത് തട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജശ്വന്ത് തടയിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1899 മഹാരാജ സർദാർ സിംഗ് ആണ് ഈ ഒരു ജശ്വന്ത് തട ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അയാളുടെ അച്ഛൻ മഹാരാജ ജശ്വന്ത് സിംഗിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ജശ്വന്ത് തട എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ജോധ്പൂർ രാജകുടുംബം അതിൻ്റെ ഒരു ശ്മശാന സ്ഥലമാണ് ജശ്വന്ത് തട. ഇപ്പോൾ കുറച്ചപ്പുറത്ത് ഘൂമർ ഘൂമർ സോങ് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഓഡിയോ നമുക്കൊന്ന് കുറച്ച് കേട്ട് നോക്കാം. അപ്പോൾ പൂർണ്ണമായും കൊത്തുപണികളോട് കൂടിയ വെളുത്ത മാർബിളാണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ജശ്വന്ത് തട എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ ഒരു ശ്മശാനം അതിന് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് ജശ്വന്ത് തടയിലേക്ക് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കാണുന്ന കൺസ്ട്രക്ഷൻ തന്നെയാണ് ജശ്വന്ത് തട എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്സാണ്. ഇനീഷ്യലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ജശ്വന്ത് തടേൻ്റെ എൻട്രൻസിലേക്കാണ് പോവുക.
നല്ല രീതിയിലുള്ള ലോണും മുന്നിലൊരു വാട്ടർ ഫൗണ്ടെയിനും എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ജശ്വന്തട. അതിൽ യാതൊരു സംശയവുമില്ല. അന്നേ ദിവസം നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഉമൈദ് ഭവൻ. ഒരുപാട് ഈ സെലിബ്രിറ്റി വെഡ്ഡിങ്സൊക്കെ നടത്തി കൊണ്ടുവരുന്ന ഒരു റോയൽ ലുക്കുള്ള ഒരു പാലസാണ് ഉമൈദ് ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉമൈദ് ഭവൻ കൊട്ടാരത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. കാരണം ജോധ്പൂരിലെ മഹാരാജ ഉമൈദ് സിംഗ് ആണ് 1929 1943 ഇടയിൽ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് സ്റ്റോറി എന്ന് പറയുന്നത് ജോധ്പൂരിൽ അന്ന് ഭയങ്കര കടുത്ത വരൾച്ച അനുഭവപ്പെട്ട ഒരു കാലമായിരുന്നു. അപ്പോൾ കർഷകർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത കൃഷിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചുപോയി. അപ്പോൾ ആ കർഷകർക്ക് ജോലി നൽകുന്നതിനായി ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഉമൈദ് ഭവൻ്റെ കൺസ്ട്രക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ പോകെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുന്നതും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നാണ് ഉമൈദ് ഭവൻ. ഉമൈദ് ഭവൻ്റെ ഒരു എയ്സ്തെറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഫോർട്ടുകളിൽ നിന്ന് എനിക്ക് കുറച്ച് വ്യത്യസ്തമായി തോന്നി. കാരണം കുറച്ചൊരു റോയൽ ലുക്കായിരുന്നു ഈ ഉമൈദ് ഭവന്. ഇതിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വാസ്തുശില്പിയായിട്ടുള്ള ഹെൻറി ലാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് ഈ കൊട്ടാരം കംപ്ലീറ്റ് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റോയൽ ടച്ചായിരിക്കാം ആ ഒരു കംപ്ലീറ്റ് കൊട്ടാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോധ്പൂരിലെ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. മെഹ്റംഗൻ ഫോർട്ടായാലും ഉമൈദ് ഭവനാണെങ്കിലും ജശ്വന്തടയാണെങ്കിലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ F3 വ്ളോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗുമായിട്ട് വരാം. ടാറ്റ.